കേരള യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന സബ്ജക്റ്റിനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് തരികയാണ്. നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴായാലും നമുക്ക് സബ്ജക്റ്റിൻ്റെ പേരിനകത്ത് അഡ്വാൻസ്ഡ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ ഈ അഡ്വാൻസ്ഡ് എന്ന വേർഡ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. നോക്കൂ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അഡ്വാൻസ്ഡ് എന്ന വേർഡ് ചേർന്ന് വരാത്ത ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രിയിൽ ബി.കോം ലെവലിൽ 4th സെമസ്റ്ററിൽ നിങ്ങളൊരു കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ആ 4th സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഫസ്റ്റ് മൊഡ്യൂൾ ഓർമ്മയുണ്ടോ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പിന്നീട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് പഠിച്ചു, ബാങ്കിങ് കമ്പനിയുടെ കാര്യങ്ങൾ പഠിച്ചു, ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യങ്ങൾ പഠിച്ചു, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു ടോപ്പിക്ക് പഠിച്ചു, ഏർണിംഗ് പെർ ഷെയർ EPS എന്നൊരു ടോപ്പിക്ക് പഠിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിഗ്രി ലെവലിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ്, ദെൻ EPS എന്ന് പറഞ്ഞ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു 5ാമത്തെ മൊഡ്യൂളും ഉണ്ടായിരുന്നു. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് വെർഷൻ എന്ന രീതിയിലാണ് സബ്ജക്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. എന്നാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെ ആദ്യം പറയാം. നിങ്ങൾ 4th സെമസ്റ്ററിൽ പഠിച്ച കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടോപ്പിക്കുകളുടെ കണ്ടിന്യൂഷൻ അല്ല. 4th സെമ്മിൽ പഠിച്ച ഓരോ ടോപ്പിക്കിൻ്റെയും അഡ്വാൻസ്ഡ് സ്റ്റഡി അല്ല. കാരണം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4th സെമസ്റ്ററിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഡിഗ്രി ലെവലിൽ 4th സെമസ്റ്ററിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകളല്ല, ഓവറോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഡിഗ്രി ലെവലിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നല്ലോ. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. അപ്പോൾ 1ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളും ഇതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. അപ്പോൾ ഡിഗ്രി ലെവലിൽ 4th സെമസ്റ്ററിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ച അതേ കാര്യം തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRS ഒക്കെ തന്നെ. പക്ഷേ ഓർക്കുക, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനാണ് പഠിക്കുന്നത്, ഡിഗ്രി ലെവലിലെ പോലെ ബ്രീഫിംഗ് ആയിരിക്കത്തില്ല, കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, 2ാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഉറപ്പായിട്ടും ഈ 2ാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിചയമുണ്ട്. എവിടെയാണ് പരിചയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി.കോം സെക്കൻഡ് സെമ്മിലേക്ക് ഒന്ന് പോയേ. ബി.കോം സെക്കൻഡ് സെം, അവിടെ നിങ്ങളൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു. കേരള യൂണിവേഴ്സിറ്റി ബി.കോം സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു. 2018 അഡ്മിഷൻകാർ തന്നെയാണ്, അല്ലെങ്കിൽ 2018 അഡ്മിഷന് ശേഷമുള്ളവരാണ് ഇപ്പോൾ എം.കോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2018 ബി.കോമിൽ സിലബസ് മാറിയതിന് ശേഷം ഈ 2 മൊഡ്യൂള് ഇൻഷുറൻസ് ക്ലെയിമും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും നമുക്ക് ഡിഗ്രിയിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെയും നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിമിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, ജനറൽ ഇൻഷുറൻസും ഉണ്ട്. ജനറൽ ഇൻഷുറൻസിൽ തന്നെ വീണ്ടും ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ജനറൽ ഇൻഷുറൻസിൽ തന്നെയുള്ള ഫയർ ഇൻഷുറൻസിനെ പറ്റിയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കിനകത്ത് തീപിടുത്തം സംഭവിക്കുന്നു, അങ്ങനെ തീപിടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നമ്മൾ ക്ലെയിം ലോഡ്ജ് ചെയ്യണം തുടങ്ങിയ ടോപ്പിക്കാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന ടോപ്പിക്കിൽ നമ്മൾ സെക്കൻഡ് സെം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചത്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പഠിത്തമുണ്ട്. 2ാം സെമസ്റ്റർ ബി.കോം 2ാം സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഷുറൻസ് ക്ലെയിം എന്ന മൊഡ്യൂളിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പഠിത്തമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്, ഇതും നമ്മൾ എവിടെ പഠിച്ചു? സെക്കൻഡ് സെം ബി.കോം. സെക്കൻഡ് സെം ബി.കോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പഠിച്ചു. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും ഇൻട്രസ്റ്റോട് ചേർത്തുള്ള വാല്യൂ ആണോ, ഇൻട്രസ്റ്റ് ഒഴിവാക്കിയുള്ള വാല്യൂ ആണോ, അതാണ് ഹൈലൈറ്റ്. നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നതും അതുവരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ, ഇൻട്രസ്റ്റ് ആണോ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള ടോപ്പിക്കുണ്ട്. ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസിലാണ് എം.കോമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. കാരണം ബി.കോം സെക്കൻഡ് സെമ്മിൽ ഓൾറെഡി നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ കടന്നു പോകാൻ പറ്റും. പഠിച്ചില്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടാണ്. ബി.കോം സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ പഠിച്ചുവല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പക്ഷേ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടി വരും. 3ാമത്തെ മൊഡ്യൂൾ തൊട്ട് കാര്യം അങ്ങോട്ട് കുഴയുവാണ്.
തേർഡ് മൊഡ്യൂൾ തൊട്ട് അങ്ങോട്ട് ടൈറ്റ് ആവും. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. പേര് കേട്ടാലേ അറിയാം എന്തോ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺസോളിഡേഷനാണ്. രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൺസോളിഡേഷനാണ്. എന്താണ് ആ രണ്ടെണ്ണമെന്നല്ലേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്? ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി എന്നൊരു കോൺസെപ്റ്റാണ്. ഇവൻ ആളൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി. എന്താണാവോ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും ഈ ടോപ്പിക്ക് തൊട്ടടുത്ത ടോപ്പിക്കായ അമാൽഗമേഷനുമായിട്ട് കൺഫ്യൂഷനായി പോകരുത്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്തു എന്നൊന്നുമല്ല. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തു എന്നൊന്നുമല്ല. ആ സബ്സിഡിയറി കമ്പനിക്കും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. മറ്റുള്ളവരുടെ കണ്ണിൽ, ജനറൽ പീപ്പിളിൻ്റെ കണ്ണിൽ ഈ കമ്പനി വേറെയാണ്, ഈ കമ്പനി വേറെയാണ്. സബ്സിഡിയറി കമ്പനിക്കും കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇൻറ്റേർണലി അവർക്കിടയിൽ ഈ സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനി സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യേണ്ടി വരും. ജനറൽ പീപ്പിൾ, സാധാരണക്കാരുടെ കണ്ണിൽ രണ്ടും രണ്ടാണ്. എന്നാൽ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ ഈ കമ്പനികളുടെ കേസിൽ സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഹോൾഡിംഗ് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൺസോളിഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഈ സബ്സിഡിയറി കമ്പനിയുടെ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് കാണും. അവർക്ക് കൊടുക്കേണ്ടത് അതാണ് ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഡീറ്റെയിലിങ്ങിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതിയ ടോപ്പിക്കാണ്, എൻറ്റയർലി ഡിഫറൻറ്റ് കോൺസെപ്റ്റാണ്. നല്ല പോലെ ശ്രദ്ധ കൊടുക്കണം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഇവരുടെ രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കൺസോളിഡേഷനാണ്. അവിടെ കൺസോളിഡേഷൻ വരുമ്പോഴുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ, ഇൻ്റർ കമ്പനി ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം അവിടെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് അമാൽഗമേഷൻ. അടുത്ത ടോപ്പിക്കിൻ്റെ പേര് അമാൽഗമേഷൻ. 2018 മുൻപുള്ള ബികോം, ശ്രദ്ധിക്കണേ, 2018 മുൻപുള്ള ബികോംകാർക്ക് ഈ അമാൽഗമേഷൻ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ 2018 ശേഷമുള്ള അഡ്മിഷൻകാർക്ക് ഈ അമാൽഗമേഷൻ എന്ന ടോപ്പിക് ഒഴിവാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2018 ശേഷമുള്ള ബികോംകാർ എംകോം പഠിക്കുമ്പോൾ അമാൽഗമേഷൻ മിക്കവാറും നിങ്ങൾക്കൊരു പുതിയ ടോപ്പിക്കായിരിക്കും. ആദ്യം തന്നെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. സിലബസിനകത്ത് അമാൽഗമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, സിലബസിനകത്ത് അമാൽഗമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പഠിക്കാനുണ്ട് സാറേ, അതെന്താ അങ്ങനെ? സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ പോരെ? ഇതായിരുന്നു സംശയം. നല്ലൊരു സംശയമല്ലേ? സിലബസിൽ അമാൽഗമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പഠിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ എന്തോ അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇങ്ങനെയൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇത് മൊത്തം നമ്മൾ പഠിക്കണോ? എൻ്റെ ഉത്തരം ഇതാണ്. തിയററ്റിക്കലി അമാൽഗമേഷനും അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും മൂന്നാണ്. തിയററ്റിക്കലി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇത് മൂന്നാണെങ്കിലും പ്രാക്ടിക്കലി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം, അമാൽഗമേഷനും അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ സെയിം ആണ്. അമാൽഗമേഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും എല്ലാം പഠിക്കുന്ന പോലാണ്. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂന്നായിട്ടല്ല പ്രോബ്ലം ചെയ്യുന്നത്. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ദയവ് ചെയ്ത് വിശ്വസിക്കുക, അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ അമാൽഗമേഷനും അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും സെയിം ആണ്. സെയിം ലോജിക്ക് വെച്ചാണ് ഇത് ചെയ്യുന്നത്. തിയററ്റിക്കലി ഇത് മൂന്ന് മീനിങ് ആണ്, അത് സത്യമാണ്. തിയററ്റിക്കലി ഇത് 3 മീനിങ് ആണ്. പക്ഷേ അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങൾ അമാൽഗമേഷൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പഠിക്കുമ്പം തന്നെ നിങ്ങൾ അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും പഠിക്കുന്ന പോലാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്താണ് ഈ അമാൽഗമേഷൻ? കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇപ്പം നിങ്ങളൊരു ഉത്തരം മനസ്സിൽ പറയും. എന്താണ് അമാൽഗമേഷൻ? എ എന്ന കമ്പനി, ബി എന്ന കമ്പനി, ശ്രദ്ധിച്ച് കേട്ടോണേ, എ എന്ന കമ്പനി, ബി എന്ന കമ്പനി, ഇവർ രണ്ടുപേരും കൂടെ അമാൽഗമേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നിങ്ങൾ എന്ത് പറയും? എന്താണ് എ എന്ന കമ്പനിയും
ബി എന്ന കമ്പനിയും അമാൽഗമേറ്റ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി 99.99% സ്റ്റുഡൻസും എന്നോട് പറഞ്ഞിട്ടുള്ളത് എയും ബിയും കൂടെ ഒന്നായി സാറേ. എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും കൂടെ ചേർന്ന് എ ബി എന്ന കമ്പനി എങ്ങാണ്ട് തുടങ്ങിയ പോലാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഉത്തരമാണോ വന്നത്? എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും കൂടെ അമാൽഗമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത്? എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും കൂടെ ചേർന്ന് ഒന്നായി എ ബി എന്ന കമ്പനി തുടങ്ങി. അല്ലെങ്കിൽ നാളെ എയും ബിയും ഇല്ല, ഇനി എ ബി ആണ്, എയും ബിയും കൂടെ ചേർന്ന് എ ബി തുടങ്ങി എന്നാണ് ഉത്തരം പറഞ്ഞത്. പൊട്ടത്തെറ്റ്, തെറ്റ്, ഉറപ്പായിട്ടും തെറ്റ്. നിങ്ങൾക്കിത് ആരോട് വേണമെങ്കിലും വാദിക്കാം. അങ്ങനാണ് ഉത്തരമെങ്കിൽ 2 കമ്പനി ചേർന്ന് ഒരു കമ്പനി തുടങ്ങുന്നു എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് തെറ്റാണ്. അതല്ല അമാൽഗമേഷൻ, അതല്ല അമാൽഗമേഷൻ. എയും ബിയും കൂടെ ചേർന്ന് എ ബി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ സി ആയിട്ട് മാറുന്നതല്ല അമാൽഗമേഷൻ. പിന്നെന്താണ് ഈ അമാൽഗമേഷൻ? എടോ, എയും ബിയും കൂടെ ചേർന്ന് വേറൊരു കമ്പനി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്നൊരു കോൺസെപ്റ്റ് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. എയും ബിയും കൂടെ ചേർന്ന് എ ബി ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുമെന്നാണ്? അങ്ങനല്ല അമാൽഗമേഷൻ. 2 കമ്പനി ചേർന്ന് ഒരു പുതിയ കമ്പനി ആയിട്ട് തുടങ്ങുന്നതല്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും എങ്ങനെയാണ് അമാൽഗമേറ്റ് ആവുന്നതെന്നറിയോ? ശ്രദ്ധിച്ചോണേ. എ എന്ന കമ്പനിയുടെയും ബി എന്ന കമ്പനിയുടെയും മേലധികാരികൾ ചേർന്ന് ആദ്യം ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ലീഗലി ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കമ്പനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ചുമ്മാ ലിറ്ററലി സി എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എ എന്ന കമ്പനി ലിക്വിഡേറ്റായി സി ഏറ്റെടുക്കും, ബി എന്ന കമ്പനി ലിക്വിഡേറ്റായി സി ഏറ്റെടുക്കും. ചുരുക്കി പറഞ്ഞാൽ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ കൂടിച്ചേരലല്ല. ഒരു കമ്പനി വന്ന് 2ഓ അതിലധികമോ കമ്പനികളെ ഏറ്റെടുക്കുവാണ്. ഇറ്റ് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് 2 or more കമ്പനീസ് ആണ്. ഈ ഒരു ലോജിക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അമാൽഗമേഷൻ മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും പറയുന്നു, അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ കൂടിച്ചേരൽ എന്നല്ല, 2 കമ്പനിയുടെ ലിക്വിഡേഷനാണ്. എ എന്ന കമ്പനി ഇല്ലാതാകുന്നു, ബി എന്ന കമ്പനി ഇല്ലാതാകുന്നു. എങ്ങനെ? സി എന്നൊരു കമ്പനി വന്ന് ഇവരെ 2 പേരെ ഏറ്റെടുക്കുന്നു. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ 2 കമ്പനിയുടെ കൂടിച്ചേരൽ, എയും ബിയും കൂടെ ചേർന്ന് എയും ബിയും കൂടെ അങ്ങ് ഒന്നാവുന്നു, ഇങ്ങനെയൊക്കെയാണ് മറുപടി പറയുന്നത്. തെറ്റാണ്. അവിടെ കൂടിച്ചേരലില്ല, ഒന്നാവലില്ല, ഇഴുകിച്ചേരലില്ല, ലയിക്കലില്ല, അങ്ങനൊന്നുമല്ല. എയും ബിയും കൂടെ ചേരുന്നു എന്നല്ലടോ, പുതിയൊരു കമ്പനി വരണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സി എന്നൊരു കമ്പനി വരണം. സി എന്നൊരു കമ്പനി വന്ന് എ എന്ന കമ്പനിയെയും ബി എന്ന കമ്പനിയെയും ഏറ്റെടുക്കണം. അപ്പം സി എന്ന കമ്പനിയിലോട്ടാണ് എയും ബിയും ചെന്ന് കയറി കൊടുക്കുന്നത്. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കമ്പനി ഇല്ലെന്ന് വിചാരിച്ചോ, ബി എന്ന കമ്പനിയെ സി ഏറ്റെടുക്കുന്നു, അപ്പോൾ അത് അബ്സോർപ്ഷൻ ആവും. മറ്റൊരു കോൺസെപ്റ്റാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. എല്ലാം കൂടി ഇപ്പം ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പോയിന്റ് ഇതായിരുന്നു. എല്ലാവരും തെറ്റിച്ചാണ് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ കൂടിച്ചേരൽ എന്നതിനേക്കാൾ ഉപരി ഇവിടെ ശരിക്കും ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങും 2 കമ്പനിയുടെ വൈൻഡിങ് അപ്പുമാണ്. ഒരു ന്യൂ ഫോർമേഷനും 2 ലിക്വിഡേഷനുമാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 അബ്സോർപ്ഷന് തുല്യമാണ്. അപ്പോൾ ശരിക്കും അവിടെ അബ്സോർപ്ഷൻ അങ്ങ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അബ്സോർപ്ഷൻ എന്നത് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രാക്ടിക്കലി അമാൽഗമേഷനും അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും സെയിം ആടോ. ഒരു കാര്യം പഠിച്ചാൽ മതി, അമാൽഗമേഷൻ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. നിങ്ങൾ ഓൾറെഡി അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും പഠിച്ച പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് സിലബസിൽ അമാൽഗമേഷൻ എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചത്. പ്രാക്ടിക്കലി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇത്രയും സെയിം ആണ്. പക്ഷേ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വേറെ കേട്ടോ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു ടോപ്പിക്കുണ്ട്. അത് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചതാണ്. അതിന് ഇതുമായിട്ട് ബന്ധമില്ല. അത് മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, 5ാമത്തെ മൊഡ്യൂൾ ലിക്വിഡേഷനാണ്. നിങ്ങൾ ഈ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറി പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ടെന്ന്? 3rd സെമസ്റ്റർ കമ്പനി അഡ്മിനിസ്ട്രേഷൻ്റെ മൊഡ്യൂൾ 5. ഇതൊക്കെ ആരും ഓർക്കുന്നല്ലേ? 3rd സെമസ്റ്റർ കമ്പനി അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ 5 ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതൊന്ന് വായിച്ചാൽ പെട്ടെന്ന് ഒരുപാടങ്ങ് മനസ്സിലാവുന്നൊന്നുമല്ല. തിയററ്റിക്കലി എന്താണ് ലിക്വിഡേഷൻ,
എത്ര ടൈപ്പ് ലിക്വിഡേഷൻ ഉണ്ട്, ആരാണ് ലിക്വിഡേറ്റർ, അയാളുടെ ജോലി എന്താണ്, ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞ കമ്പനിയുടെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ട്രീറ്റ്മെൻ്റ് ആണ്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നത് ലിസ്റ്റ് വൈസ് ആണ്. എ തൊട്ട് എച്ച് വരെ ലിസ്റ്റ് ഉണ്ട്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള മൊഡ്യൂളാണ്. ഓക്കെ, എ തൊട്ട് എച്ച് വരെയുള്ള ലിസ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. മറ്റൊരു കോൺസെപ്റ്റാണ് ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അവിടെയാണ് ഈ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്നൊരു വലിയൊരു ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, ഇത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ലിക്വിഡേറ്റ് ആകുന്ന കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി പഠിക്കുക എന്നതല്ലോ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കാര്യം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഇനിയും നിങ്ങൾ 4, 3, 7 മാർക്കിന് വേണ്ടി അതിവിടെ പോസ്റ്റ് ചെയ്യ്, ഇതവിടെ പോസ്റ്റ് ചെയ്യ്, അതവിടെ എഴുത്, ഇതവിടെ എഴുതി, ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങളാണോ നാളെ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷനെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടീച്ചിങ് ക്വാളിഫൈഡ് ആണ്. ഇത് ഇവിടെ എഴുത്, അതിവിടെ എഴുത്, ഇതിങ്ങനെ എത്ര നാൾ നിങ്ങൾ പഠിക്കും? സോ നിങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ് പറയുന്നത്, എന്താണ് ഈ ഹോൾഡിംഗ് കമ്പനി, എന്തിനാണ് ഹോൾഡിംഗ് സബ്സിഡിയറി സിസ്റ്റം, അവർക്കതങ്ങ് അബ്സോർബ് ചെയ്താൽ പോരെ? അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 2 കമ്പനി കൂടിച്ചേരുകയാണെങ്കിൽ ആർക്കാണ് ഇവിടെ പ്രതിഫലം കൊടുക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഒരു കോൺസെപ്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും ആലോചിക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് ഇത്രയും മതി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങളുടെ മാർക്ക് ഒരു വിഷയമല്ല. നിങ്ങൾക്കൊരു 50%, 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയാൽ പോലും നിങ്ങൾക്കത് ഓക്കെയാണ്. നെറ്റ് കിട്ടുമ്പോൾ അത് ഓക്കെ ആവും, വാലിഡിറ്റി ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ എല്ലാം കൂടെ കാണാതെ പഠിച്ച് 90 കിട്ടിയിട്ട് നാളെ കാലത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, അല്ല ടീച്ചറെ, എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും കൂടെ ചേർന്ന് സി തുടങ്ങുവാണെങ്കിൽ ഇതിൽ ആർക്കാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്? എയും ബിയും കൂടെ ഒന്നാവുകയല്ലേ ചെയ്യുന്നത്? ഒന്നാകുമ്പോൾ എങ്ങനെ കൊടുക്കും? അപ്പം നിങ്ങൾ ബബ്ബ അടിക്കരുത്. എയും ബിയും കൂടെ ഒന്നാവുന്നതല്ലടാ മണ്ടാന്ന് പറയണം. ഇവിടെ എയും ബിയും കൂടെ ഒന്നായി എന്ന് എന്നോട് ആര് പറഞ്ഞു? സി എന്ന കമ്പനി നിലവിൽ വരണം. ആ സി എന്ന കമ്പനിയിലോട്ട് എയും ബിയും ചെല്ലുവാണ്. അപ്പോൾ സി എന്ന കമ്പനിയാണ് എക്കും ബിക്കും പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ സംശയം വരും, ചേട്ടാ സി എന്ന കമ്പനി ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അവരെന്തോന്ന് എടുത്തിട്ട് കൊടുക്കാൻ? സി എന്ന കമ്പനിക്ക് ക്യാഷ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എയുടെയും ബിയുടെയും ക്യാഷ് ഇപ്പോൾ അവരുടെ അല്ലേ, വേണമെങ്കിൽ അതെടുത്ത് കൊടുക്കാം. എയും ബിയും ലിക്വിഡേറ്റായി സിയിലോട്ട് ചെന്നില്ലേ, ഇപ്പോൾ എയുടെയും ബിയുടെയും എല്ലാ സ്വത്തുവകകളും ഇപ്പോൾ സിയുടെ ആയില്ലേ, അവർക്ക് അതെടുത്ത് കൊടുക്കാം. എക്കും ബിക്കുടെയും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. മറ്റൊന്ന്, എയുടെയും ബിയുടെയും ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ആ ഷെയർ സറണ്ടർ ചെയ്ത് ഇപ്പോൾ സി എന്ന കമ്പനിയിലോട്ട് വന്നല്ലോ, ഇനി അവർക്ക് സിയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഇങ്ങനൊരു കോൺസെപ്റ്റിനകത്തുണ്ട്. ഇങ്ങനെ പഠിച്ചു വന്ന ഒരു PG കഴിയുമ്പം നിങ്ങൾ കൊമേഴ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ആവും. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുറേ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടിരിക്കാം. പറയുമ്പോൾ റാങ്കൊക്കെയാണ്, പക്ഷേ ഗുഡ് വിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റാങ്ക് ഹോൾഡേഴ്സൊക്കെയാണ്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് കമ്പനിയുടെ ഗുഡ് വില്ലാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്നൊരു എമൗണ്ട് എങ്ങനെ വന്നു? അത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണെന്നുള്ളതിൻ്റെ മീനിങ് എനിക്കറിയാം. ചോദിക്കുന്നതല്ല, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന എമൗണ്ട് എവിടെ നിന്ന് വന്നു? ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ? ഇതിൻ്റെ ലെഡ്ജർ എന്താ? ഈ ഗുഡ് വിൽ എന്ന ഐറ്റം ഈ ബാലൻസ് ഷീറ്റിനകത്ത് എങ്ങനെ കയറും? അറിയാവുന്നവർക്ക് ഓക്കെ, ഇതൊക്കെ എനിക്കറിയാം. അറിയാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും നിങ്ങളുടെ സംശയം ഈ ഗുഡ് വിൽ എങ്ങനെ കയറി, അല്ലെങ്കിൽ തന്നെ ഇതെങ്ങനെ വാല്യൂ ചെയ്യും? ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വാല്യൂ ചെയ്തു 10 ലക്ഷം എന്ന് വിചാരിച്ചു. മാനേജിംഗ് ഡയറക്ടറും അസിസ്റ്റൻറ്റ് മാനേജറും ചീഫ് മാനേജറും എല്ലാവരും കൂടി ഇരുന്നൊരു കമ്പനിയുടെ ഗുഡ് വിൽ അങ്ങ് വാല്യൂ ചെയ്തു കേട്ടോ. അങ്ങനൊന്നും നടക്കത്തേന്നുമില്ല. എങ്കിലും നിങ്ങളുടെ കോൺസെപ്റ്റ് അതാ, 4 കസേരയും പിടിച്ചിട്ട് മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അങ്ങ് വാല്യൂ ചെയ്യുക, ഗുഡ് വിൽ വാല്യൂ ചെയ്യുക. കമ്പനിയുടെ ഗുഡ് വിൽ കിട്ടി എത്ര? 10 ലക്ഷം. കിട്ടി, 10 ലക്ഷം കിട്ടി. ആ 10 ലക്ഷം രൂപ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റിനകത്ത് അങ്ങ് എഴുതാമല്ലേ? അതിനെ ജേണൽ എൻട്രി വേണം, ലെഡ്ജർ വേണം. ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നു 10 ലക്ഷം. ഗുഡ് വില്ലിൻ്റെ എൻട്രി എന്തുവാ? വാല്യൂ ചെയ്ത ഗുഡ് വില്ലിൻ്റെ എൻട്രി എന്താ? അങ്ങനൊന്നുമല്ല. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന് പണ്ടേ കണ്ടിട്ടുണ്ട്. ആ എമൗണ്ട് വരുന്നത് കളിച്ച കളിയല്ല. അതൊക്കെ എങ്ങനെ വന്നതെന്ന് അറിയുമോ? അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം, എന്നാൽ അതൊക്കെ അറിയണം. ആ ഗുഡ് വിൽ എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിയാതെയാണ് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ചുമ്മാ 80, 85 ഒന്നും മേടിച്ചിട്ട് കാര്യമില്ല. ഒരു 65 മാർക്കൊക്കെ മതി. സബ്ജക്റ്റ് നോളജ് പക്ഷേ 90% ഉണ്ടാവണം.
നല്ല സബ്ജക്റ്റ് നോളജ്. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കടോ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് എങ്ങനെ വന്നു? ചുമ്മാ വാല്യൂ ചെയ്തങ്ങ് എഴുതാനൊന്നും പറ്റത്തില്ല. ഡബിൾ എൻട്രി കോൺസെപ്റ്റാണ്. ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഇപ്പുറത്തൊരു എമൗണ്ട് വരണ്ടേ? ഡ്യുവൽ ആസ്പെക്റ്റ്, ഡെബിറ്റും ക്രെഡിറ്റും വേണ്ടേ? ഗുഡ്വിൽ ഈസ് ആൻ അസറ്റ്, ഗുഡ്വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇറ്റ് കാൺ സീ ടച്ച് എന്നൊക്കെ പറയും. ശരി, സമ്മതിച്ചു. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു നമ്മൾ വാല്യൂ ചെയ്ത ഗുഡ്വില്ലാണ്, അതിനകത്ത് എന്തോ എൻട്രി ഇടാനാണ്. അപ്പോൾ അങ്ങനൊന്നും അല്ല ഈ ഗുഡ്വിൽ ബാലൻസ് ഷീറ്റ് കയറിയത്. കുറേ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇതെങ്ങനെ വന്നത്? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി എന്ന് ധൈര്യമായിട്ട് പറയാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ, ഈ സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലേണീസി ലേൺ വഴി, ലേണീസി ലേൺ എന്ന പ്ലാറ്റ്ഫോം വഴി ഞാൻ എടുക്കുന്നുണ്ട്. സോ ഈ കാണുന്ന നമ്പർ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. കഴിവതിനകത്തോട്ട് വാട്സാപ്പിൽ നിങ്ങളുടെ ക്വറീസ്, നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ എൻക്വയറീസ് മെസ്സേജ് അയയ്ക്കുക. ഈ സബ്ജക്റ്റിൻ്റെ ഫീ ഡീറ്റെയിൽസും ഫീസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന സബ്ജക്റ്റ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിപ്പിക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് വളരെ വിശദമായിട്ട് കോൺസെപ്ച്വൽ നോളജ് വെച്ചിട്ട് എന്താണിത്, വാട്ട് ഈസ് വാട്ട് ആൻഡ് വിച്ച് ഈസ് വിച്ച് എന്ന് അറിയണമെങ്കിൽ, വളരെ വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഈ നമ്പറിൽ ദയവേത് വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, കഴിവതും വിളി ഒഴിവാക്കാം, മറ്റൊന്നും കൊണ്ടല്ല. ജസ്റ്റ് വാട്സാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ച് എന്നാലും അവസാനം ഞാൻ മെസ്സേജ് വഴിയായിരിക്കും കൺവേ ചെയ്യുന്നത്. സോ ഇതിനകത്തോട്ട് എൻക്വയറീസ് നടത്തി കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും ക്ലാസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ ക്ലാസ് ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദയവ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി, മാർക്കിന് വേണ്ടിയുള്ള പോസ്റ്റ് ഗ്രാജുവേഷനായി പോവരുത്. എസ്പെഷ്യലി അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ എവിടെ ചെന്നും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ പല കുട്ടികളും എനിക്ക് ഇന്നുവരെ ആരും ഉത്തരം തന്നിട്ടില്ല. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഗുഡ്വിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന തെറ്റായ ഉത്തരങ്ങളായിരുന്നു. അവർക്കെല്ലാവർക്കും അറിയാം ജേണൽ എൻട്രി ഇട്ടാൽ മാത്രമേ ഇനി ബാലൻസ് ഷീറ്റ് എത്തത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് നമുക്കിത് പഠിക്കാൻ. മറ്റൊന്നാണ് ഈ അമാൽഗമേഷൻ. ഇവിടെ ഒന്നാകലും കൂടിച്ചേരലും ലയിക്കലും ഒന്നും ഇല്ല. മനസ്സിലാക്കുക. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഹോൾഡിംഗ്, എന്താണ് സബ്സിഡിയറി, ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. ലിക്വിഡേഷൻ സംഭവിക്കുമ്പോൾ അസറ്റിനും ലൈബിലിറ്റിക്കും എന്ത് സംഭവിക്കും, അപ്പോൾ അസറ്റിന് എന്താണ് സംഭവിക്കുന്നത്, അതെടുത്ത് എങ്ങനെ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാം, എന്താണ് അതിൻ്റെ ഓർഡർ, എങ്ങനെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാം, എന്താണ് ഈ ബിഫോർ റെമ്യൂണറേഷൻ, എന്താണ് ഈ ആഫ്റ്റർ റെമ്യൂണറേഷൻ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഒരിക്കൽ കൂടെ നമ്പർ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഈ നമ്പർ വാട്സാപ്പ് ഒഫീഷ്യലാണ്, ലേണീസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ക്വറീസ് അയക്കാമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും ഫീ ഡീറ്റെയിൽസും എല്ലാം അയക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തതേ ഉള്ളൂ. ഈ രീതിയിലായിരിക്കത്തില്ല നമ്മുടെ ക്ലാസ്സുകളെല്ലാം വെൽ എക്സ്പ്ലൈൻഡ് ആയിരിക്കും. ജസ്റ്റ് ഈ സബ്ജക്റ്റിനെ പറ്റിയൊരു ഓവറോൾ ഐഡിയ തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ഡിഗ്രി ലെവലിൽ ഉണ്ടെന്ന് പറഞ്ഞ മൊഡ്യൂളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത് നല്ലതാണ്. ബാക്കിയെല്ലാം നന്നായിട്ട് പഠിക്കുക. വീണ്ടും 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 ആവർത്തിക്കുന്നു, ഒരു കാരണവശാലും മാർക്കിന് വേണ്ടി പഠിക്കരുത്. ഇനിയെങ്കിലും നിങ്ങൾ സബ്ജക്റ്റ് നോളജ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ രക്ഷപ്പെട്ട് പോകത്തുള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു. ഇതാണ് നമ്പർ. ഓക്കെ, സേവ് ചെയ്തിട്ടേക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് ലേൺ ഈസി ലേൺ എന്നാണ്. ഡിഗ്രി ലെവലിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം. എങ്കിലും ഈ ഒരു ചാനലാണ് ഇപ്പോൾ ഡിഗ്രി ബികോമിൽ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംകോം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സബ്ജക്റ്റാണിത്. എംകോമിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സബ്ജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ.